കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക്, ദൈവമക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. രാത്രികാലം ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച ഒരു വേദഭാഗം വേഗത്തിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം എൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 36, 37, 38 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ലൂക്കോസ് 10-ന്റെ 2-ാം വാക്യത്തിലും ഇതേ ഭാഗം കാണുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. ഈ വേദഭാഗം പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ ധ്യാനിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്തായിയുടെ സുവിശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു വരുന്ന വേളയിൽ ഈ ഭാഗം ഹൃദയത്തിൽ അങ്ങ് പ്രകാശിച്ചു. അപ്പോൾ അത് ആ വചനത്തിൻ്റെ ഗൗരവം, അതിൻ്റെ ആഴം എന്താണെന്ന് കർത്താവ് എന്നെ ഒന്ന് കാണിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് എൻ്റെ പ്രിയ വാട്സപ്പിലെ കസ്റ്റമേഴ്സിനോടും പ്രിയ ദൈവമക്കളോടും പറയണമെന്ന് ഹൃദയത്തിൽ ഒടുങ്ങാത്തൊരു ആഗ്രഹം പിന്നെയും ഉണ്ടാകുവാനിടയായി. പല മെസ്സേജിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും മുഹൂര് പറയാതെ വചനത്തിലേക്ക് വരട്ടെ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സറിഞ്ഞു. ഏതായി പുരുഷാരം? അല്ലല്ലോ, കർത്താവിനെ അനുഗമിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം പുരുഷാരം. ഇടയനില്ലാത്തവരായി കുഴഞ്ഞവരും ചിന്നിയവരുമായിട്ട് കണ്ടു. സത്യത്തില് ഇസ്രായേൽ മക്കൾക്ക് ഇടയന്മാരില്ലേ? നടത്തിപ്പുകാരില്ലേ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം പഠിക്കുമ്പോൾ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും, അവരെക്കുറിച്ച് വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ദൈവവചനം പഠിപ്പിക്കേണ്ട കരുത്തന്മാരായ ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ സ്ഥാനത്ത് അവർ നിൽക്കുക. ഞാൻ ആ ഭാഗം വായിക്കാം. അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. അപ്പം മോശയ്ക്ക് പകരം അവർ ഇരിക്കുകയാണ്. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാണ്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അധ്യായം 1-2 പ്രാവശ്യം ഒന്ന് വായിച്ച് പഠിച്ചോണം. മോശയുടെ സ്ഥാനത്ത് ന്യായപ്രമാണം പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും അവരുടെ കൃത്യനിർവഹണത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയി അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് അവരെ വിളിച്ച പദം നമുക്കറിയാമല്ലോ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരേ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. എല്ലാം വായിക്കാൻ സമയമില്ല. 14, 15 നേരത്തെ വായിച്ച 13. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. അവരെക്കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ. 16-ാം വാക്യത്തിൽ. 19 കുരുടന്മാരായുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. 24 കുരുടന്മാരായ വഴികാട്ടികളെ.
നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ 25-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും 28-ലും എന്ന് വേണ്ട ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന വിഷയങ്ങളാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. പാമ്പുകളെ 33-ാം വാക്യത്തിൽ പാമ്പുകളെ, സർപ്പസന്തതികളെ, നരകവിധി എങ്ങനെ ഒഴിയും? ശ്രദ്ധിക്കണേ, മോശയുടെ സ്ഥാനത്തിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചെടുക്കേണ്ട കരുത്തന്മാരായ ശക്തന്മാരായ ശാസ്ത്രിമാരും പരീശന്മാരെ കുറിച്ചും കർത്താവ് പറഞ്ഞതാണേ. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ഈ വാക്യം ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റതായിട്ടാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനുവേണ്ടി ജനത്തെ ഒരുക്കേണ്ട, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ട ശുശ്രൂഷകന്മാർ അവരിന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ധനസമ്പാദനത്തിന് വേണ്ടി വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പേരും പ്രശസ്തിയും കിട്ടാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവരും കൃത്യവിലോപത്തിൽ നിന്ന് പുറകോട്ട് പോയി. ശാസ്ത്രിമാരും പരീശന്മാരും പോലെ ഇന്നത്തെ കാലഘട്ടത്തിലും ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ സത്യമാണ്. തന്നിമിത്തം ഇവിടെ ജനത്തിന് എന്താ സംഭവിച്ചത്? ഇടയനില്ലാത്ത ആളുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി മാറി. കുഴഞ്ഞു കിടക്കുക, ചിന്നിച്ചെതറിക്കിടക്കുക. ഏത് സഭയിൽ ചെന്നാലും, ഏത് കൂട്ടായ്മയിൽ ചെന്നാലും, ഏത് ഫെലോഷിപ്പിൽ ചെന്നാലും ഈ അവസ്ഥയിലാണ് നമുക്ക് ജനത്തെ കാണാൻ കഴിയുന്നത്. ഒരു ഐക്യതയില്ല, ദൈവസ്നേഹമില്ല, പക്ഷം പിടിക്കല്, വഴക്കുണ്ടാക്കല്, കോടതി പോക, കേസ് എന്ന് വേണ്ട, ശരിക്കും പൊളിറ്റിക്സ് ലീഡേഴ്സിനേക്കാളും അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാരാ? ദൈവസഭയുടെ ശുശ്രൂഷ വൃന്ദങ്ങളാണ്. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടകന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യതയും തുല്യപുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് ഒരുപോലെ എല്ലാവരും പ്രാപിക്കാനാണ് നിയമിച്ചു വച്ചിരിക്കുന്നത്. ദൈവം നിയമിച്ച ശുശ്രൂഷകന്മാർ ഇന്ന് ഭൂമിയിൽ കുറവാണ്. സംഘടന ആക്കി വെച്ചവരും സ്വയം കയറി ആയവരും ഒരു ചെറിയ ന്യൂനപക്ഷം ദൈവം ആക്കി വെച്ചവരും ഉണ്ട്. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവം ആക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കും. ഇന്നിപ്പോൾ വചനപ്രഘോഷണമൊന്നുമില്ല. കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ, സർക്കസ്, നാടകം, ഇതൊക്കെയാണ് നടക്കുന്നത്. തന്നിമിത്തം ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി അന്ന് തീർന്നതുപോലെ ഇന്നും തീർന്നിരിക്കുന്നു. ഇതാ എന്നോട് പറയാനായിട്ട് എനിക്കുള്ളിൽ ഹേമം തന്നത്. ഞാൻ പല പ്രാവശ്യം ഇത് പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ആ നിലയിലല്ല പറയുന്നത്. വിശ്വാസികൾ ചിന്നിയവരും കുഴഞ്ഞവരുമായി കിടക്കുന്നു, ചിതറിക്കിടക്കുന്നു, ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്നില്ല. കൊരിന്ത് സഭയിൽ പൗലോസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, പിന്നെ ക്രിസ്തുവിന്റെ പക്ഷം, 4 പക്ഷം. അപ്പൊല്ലോസ് ആര്, കേഫ ആര് എന്ന് പറഞ്ഞ് പൗലോസ് എന്ത് ചെയ്യുന്നു? അവരെ വചനം കൊണ്ട് തല്ലി. പൗലോസ് ആരുമല്ല, അപ്പൊല്ലോസ് ആരുമല്ല, ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ നട്ടു, ഒരാൾ വന്ന് നനച്ചു, പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. അപ്പോൾ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് അവിടെ ശക്തമായ വചനം കൊരിന്ത് സഭയിൽ ഉപദേശമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവരെ. അതൊന്നും പഠിക്കാൻ ഇവിടെ ആളില്ല. ഇവിടെ സങ്കീർത്തന വായനയും ന്യായപ്രമാണത്തിൻ്റെ പുറത്ത് കിടക്കുകയല്ല. പരിമിത ഫലം പുതിയ നിയമസഭയുടെ ഉപദേശത്തിലേക്ക് സഭ വരുന്നില്ല. ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി കിടക്കുക. അതാ എന്നോട് പറയാൻ പറഞ്ഞത്.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനം യോഹന്നാൻ 6:63. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ആത്മീകമായി വളർച്ച പ്രാപിക്കും. കർത്താവ് പറഞ്ഞ വചനത്തിൽ ഒരു ആത്മവ്യാപാരമുണ്ട്. പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച വചനം സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ ക്രിസ്തുവിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് ജീവനുണ്ട്. മോശയുടെ വചനത്തിലോ ഇല്ല. അത് മനുഷ്യനെ കൊല്ലുന്നതാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 3 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടേക്ക് വായിക്കാൻ സമയമില്ല മുമ്പിൽ. അവിടെ കൊല്ലുന്ന വചനം, ഇത് ജീവിപ്പിക്കുന്ന വചനം. അത് ഇരുട്ടിൻ്റെ, ഇത് വെളിച്ചത്തിൻ്റെ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ ഒരു 8-10 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ വിശദമായിട്ട് അവിടെ പൗലോസ് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കാൻ ഇവിടെ ആളില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ജനം ചിന്തിയവരും കുഴഞ്ഞവരുമായി കിടക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കൊയ്ത്ത് വരാൻ പോവുക. പിന്നീട് കാണുന്ന ഭാഗം അതാ. മനസ്സലിഞ്ഞ് ശിഷ്യന്മാരുടെ കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പില്ലെന്ന് പറഞ്ഞു. കൊയ്ത്ത്, ഹാർവസ്റ്റ് വരുന്നു. ഈ വചനം പറഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ, ബഹുമാനപ്പെട്ട പാസ്റ്ററിനോട് പറയുക, പാസ്റ്റർ ആ വാക്യാംശത്തിലെ ഏറ്റവും പ്രധാന വിഷയം വേലക്കാരെ അയക്കേണ്ടതിനാ. വേലക്കാരില്ലാഞ്ഞിട്ടാണോ ഇന്ന് പെന്തക്കോസ്ത് സമൂഹം ജീർണിച്ച് കിടക്കുന്നതിന്റെ കാര്യം? വേലക്കാരില്ലാഞ്ഞിട്ടാണോ? ദൈവമാക്കി വെച്ച വേലക്കാരില്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എഫേസ്യർ 4:11. ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ലഭ്യത കുറവ് നിമിത്തം സഭകൾ, വിശ്വാസികൾ ചിന്നിയവരും കുഴഞ്ഞവരുമായി കിടക്കുക. സംഘടന ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആയവരുണ്ട്. ദൈവമാക്കി വെച്ചവർ വളരെ കുറവാണ്, വളരെ കുറവാണ്. വേദനയോടെ ഞാൻ പറയുക. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ, മനുഷ്യപുത്രാ, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇരകടിച്ച് കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. ഇതിന് പൊരുളൊന്നും തിരിക്കേണ്ട കാര്യമില്ല. പൊരുളെല്ലാം തിരിഞ്ഞു കിടക്കുക. വായിച്ച് ഗ്രഹിച്ചുകൊണ്ടാൽ മതി. 26-ാം വാക്യം. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. കണ്ടോ? ശുശ്രൂഷന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. മലിനവും നിർമ്മലിനവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. ഉപദേശവും ദുരുപദേശവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. പ്രവചനവും കള്ളപ്രവചനവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. സത്യവചനം, പഥ്യവചനം, അത് വേർതിരിച്ചു കൊടുക്കണം. കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിത കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ, ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ കുഴഞ്ഞവരും ചിന്നിയവരുമാക്കിക്കൊണ്ടിരിക്കുക. നിർമ്മലമായ ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയിൽ പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്താൻ ആളില്ല. ശുശ്രൂഷകന്മാർ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ദൈവമാക്കി വെച്ചവരില്ല. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ തനിമയിൽ പ്രസംഗിക്കുന്നവരില്ല. ആളെ കൂട്ടി കാശുണ്ടാക്കുക. എല്ലാവർക്കും ആള് മതി. ഒരു യോഗം അതിൻ്റേതായ നിലയിൽ അനുഗ്രഹിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് വിജയമായിരുന്നു എന്ന് അതിനുള്ള മാനദണ്ഡം എന്താ? ഇന്നത്തെ കാലത്ത് സാധാരണ കണ്ടുവരുന്നത് ആട് കൂടുന്നതാണ്. ആട് കൂടിയ പാമ്പ് യാവത്തില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. ആള് കൂടുന്നതല്ല ദൈവമക്കളെ. നെടുമ്പാശ്ശേരിയിൽ ഒരു മീറ്റിംഗ് നടന്നതിനെ കുറിച്ച് ഒരു വാത്സല്യ അച്ചായൻ എന്നെ വിളിച്ചു പറഞ്ഞു,
അവിടെ ഇങ്ങനെ മീറ്റിംഗ് നടന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതാണ് സബ്ജക്റ്റ്. സ്വത്രം. യേശുക്രിസ്തുവിൻ്റെ ശരീരം, സഭ എന്നുള്ള വിഷയം. ഞാനത് കേട്ടിട്ട് എനിക്കൊരു കുലുക്കം ഉണ്ടായില്ല. കാരണം അതിനുള്ള ഉപദേശങ്ങളൊന്നും അവിടെ പറയുന്നില്ല. തല ക്രിസ്തുവും ശരീരം സഭയുമാണെങ്കിൽ തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കേട്ട് സ്വീകരിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർദ്ധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ചുമ്മാ അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വലിയ ദുഃഖം തോന്നി അത് കേട്ടിട്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ജനം ചിന്തിയവരും കുഴഞ്ഞവരുമായി കിടക്കുക. എന്തുകൊണ്ട്? ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഉപദേശവും ദുരുപദേശവും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുക്കുന്നില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കാം, ഞെട്ടിപ്പോകരുത്, ആരും ഞെട്ടരുത്. പ്രവാചകൻ പറയുന്ന വാക്ക് കേട്ട് ഞാൻ ഭയന്ന് വിറച്ചുപോയി. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, യെശയ്യാ പ്രവചനം 3:12. എൻ്റെ ജനമോ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വാക്യം കിടക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് ഇവിടെ അടുത്ത് പറയുന്നത്. അവർ ജനത്തെ തെറ്റിച്ച് കളയുന്നു, അവർ വഴി തെറ്റിക്കുന്നു, അവർ വഴി നശിപ്പിക്കുന്നു. ഏകദേശം ഇന്നും അത് തന്നെയല്ലേ? ദൈവസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്. വ്യക്തവും കൃത്യമായി എഴുതപ്പെട്ടൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലിക ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്വത്ത് ഉപദേശം, യാക്കോബ് രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. 2 നിലയിൽ യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. തിമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്വത്ത് ഉപദേശവും. യോഹന്നാന്റെ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇവിടുത്തെ പ്രധാന വിഷയം സഭയുടെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെ ദൈവനം പഠിപ്പിച്ച വയോവൃദ്ധനായ ഒരു മനുഷ്യൻ എപ്പോഴും പറയുന്നൊരു ഭാഗമാണ്, ഒരു വാക്യം എടുത്തിട്ട് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വാക്യം വായിച്ച് കേൾപ്പിച്ചിട്ട്, ഒരു സ്ക്രിപ്ചർ വചനത്തിനോട് എടുത്തിട്ട് വായിച്ചിട്ട് വല്ലതൊക്കെ പറയുക. ആ പറഞ്ഞതിനെ കുറിച്ച് പറയാതെ ആ വായിച്ച വാക്യത്തിൻ്റെ വിഷയ വിഭജനത്തിലേക്ക് വരാതെ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മണിക്കൂറുകൾ പറഞ്ഞ് അവസാനം സ്വോത്രാഴ്ചയും മേടിച്ച് പാർശ്വസ്ഥലം വിടും. ഞാൻ ഒരിക്കൽ ഒരു പ്രസംഗം കേൾക്കാനിരുന്നു. ഞാൻ നല്ലപോലെ കൊടുത്ത് ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയപ്പെട്ട ഏവർക്കും പൗലോസ് എഴുതിയ മഹത്തരമായ വചനം ഒരു ശുശ്രൂഷകനെടുത്ത് വായിച്ചിട്ട് അതിൻ്റെ ബോർഡറിൽ കിടന്ന് കറങ്ങി 1.5 മണിക്കൂർ കഴിച്ച് പുള്ളി സ്വോത്രാഴ്ചയും മേടിച്ച് സ്ഥലം വിട്ടു. ഞാൻ വായും പൊളിച്ചിരിക്കുക, ഇതെന്തൊരു കളിയിടാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, വലിയ വേദനയോടെ ഞാൻ പറയുക, ദൈവമാക്കി വയ്ക്കാത്ത ശുശ്രൂഷകന്മാർ ദൈവസഭയിൽ കിടന്ന് മേയുന്നത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ജനം ആത്മീക ദാരിദ്ര്യത്തിൽ കിടക്കുക, ജനം ആത്മീക കുരുടന്മാരായി കിടക്കുക, ജനം ആത്മീക നഗ്നന്മാരായി കിടക്കുക. വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിലെ ലവോദിക്ക അവസ്ഥയിൽ കിടക്കുക. ഇന്നത്തെ കാലം അതൊരു പ്രവചന ഭാഗമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കണ്ട് യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്ത വചനങ്ങളാണത്. ലവോദിക്ക കർത്താവിൻ്റെ വരവിന് മുൻപ് ആത്മീയ കുരുടന്മാർ, ആത്മീയ ദരിദ്രന്മാർ, ആത്മീയ നഗ്നന്മാരെ കൊണ്ട് ആത്മീയ ഗോളം നിറയും. കറക്റ്റായിട്ട് തീർന്നിരിക്കുക. അതിനിടയിൽ ഒരു ചെറിയ ഗ്രൂപ്പ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്ത് പഥ്യവചനം, പഥ്യോപദേശത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിച്ച് അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരുവനാണ് ഞാൻ.
വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഒരു ചെറിയ ഗ്രൂപ്പേ എക്കാലത്തും ഒരു ശേഷിപ്പേ ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളാൻ കാണത്തുള്ളൂ. നല്ലൊരു ശതമാനം പ്രമാണത്തെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് പോകുന്ന ഒരു സമൂഹമായി തീരും. ഇന്ന് അങ്ങനെയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിന്നിയവരും കുഴഞ്ഞവരുമായി കിടക്കുന്ന ഈ ജനത്തിന് സന്തോഷവും സമാധാനവും പ്രത്യാശയും ഉണ്ടാകണമെങ്കിൽ ദൈവസഭയുടെ ഉപദേശം അവരെ പഠിപ്പിച്ച് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അവരെ വളർത്തിയെടുക്കണം. എപ്പോഴും പറയാറുള്ള ഭാഗങ്ങൾ നിങ്ങളോട് പറയും. എപ്പോഴും പറയാറുള്ള ഭാഗം, പുതിയതൊന്നുമല്ല. സ്തോത്രം. പ്രവൃത്തി പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം. എന്താണ് 9-ാം അധ്യായത്തിലെ ആ വാക്യം? ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. പ്രവൃത്തി 9-ന്റെ 31-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ഇന്ന് സഭകൾക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നില്ല. സഭയ്ക്ക് ആത്മീയ വർധനവ് കിട്ടുന്നില്ല. സഭയ്ക്ക് ആത്മീക പ്രബോധനങ്ങൾ കിട്ടുന്നില്ല. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും സഭ നടന്ന് പെരുകി വരുന്നില്ല. സഭയ്ക്ക് ഭൗതിക അനുഗ്രഹത്തിൻ്റെ ഏറ്റമുണ്ട്. സഭകൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീകമായി ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കിടക്കുക. ഹല്ലേലൂയ. എനിക്ക് വേദനയുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക, ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന പ്രമാണം സഭയെ പഠിപ്പിച്ച് അപ്പോസ്തല ഉപദേശത്തിൻ്റെ വ്യവസ്ഥയിൽ സഭയെ നിലനിർത്തുന്നില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആൾ കാണത്തില്ല. ഇവിടെ കിടന്ന് കളിക്കും. കൈവിടപ്പെട്ടു പോകുന്ന സാരം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്ത് വായിക്കാനും ധ്യാനിക്കാനും ഇടയായി തീർന്നു. അവിടെ എഴുതിയിരിക്കുന്ന എന്താ? സഹോദരന്മാരെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാലനാഥത്തെങ്കിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഈ ആരാ ഈ നാമ? ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാന പാസ്റ്റർ ഈ വാക്യമെടുത്ത് പ്രസംഗിച്ച് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. മുമ്പിലിരിക്കുന്ന ജനത്തോട് പറഞ്ഞു, നാം എല്ലാവരും ഒന്നുകിൽ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കും. നാം എല്ലാവരും. എൻ്റെ പൊന്നു പാസ്റ്ററെ, നാം എല്ലാവരും അല്ല. അത് കൊരിന്ത്യ സഭയും പൗലോസുമായിട്ട് ഉള്ള വിഷയമാണ്. അവർ പഠിപ്പിച്ചതുപോലെ ഈ പത്യോപദേശം പഠിപ്പിച്ച് ആ വചനത്തിൻ്റെ നിർമ്മലതയിലും വിശുദ്ധിയിലും നമ്മൾ നിലനിർത്തി നാമും ജനവും ആ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ നാമാണ്. അല്ലെങ്കിൽ എങ്ങനെ നാമാകും? ഇവിടെ കോടതിയും കേസും വഴക്കും വക്കാണമായിട്ട് നടക്കുക. കൺവെൻഷൻ നടത്തി പന്തലിന് കാശ് കൊടുക്കാതെ അവിടെ വെട്ടിച്ച് ഇവിടെ വെട്ടിച്ച് ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ഭൗതികം കൊയ്തെടുക്കാൻ നടക്കുക ഒരു കൂട്ടര്. ഹല്ലേലൂയ. അവിടെ എങ്ങനെ ദൈവ സാന്നിധ്യം ഇറങ്ങും? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു സത്യം തുറന്ന് നിങ്ങളോട് പറയട്ടെ. ദൈവസഭകളുടെ ഉപദേശം പഠിക്കണം. പത്യോപദേശം പഠിക്കണം. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. നിങ്ങൾ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. റോമാസഭ പൗലോസ് ഉപദേശം പഠിപ്പിച്ചു. റോമാസഭ അത് പഠിച്ചു. 6-ാം അധ്യായത്തിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം റോമർ 16-ൽ നിങ്ങൾ പഠിച്ച ഉപദേശരൂപം. അപ്പൊ സഭയെ ഉപദേശം പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നു, വിശുദ്ധിയിൽ നിർത്തുന്നു, വേർപാടിൽ നിർത്തുന്നു സഭയെ. ഇന്നോ വേർപാടും വിശുദ്ധിയൊക്കെ അങ്ങ് അകലെ. നമ്മൾ രാഷ്ട്രീയക്കാരോടൊപ്പം ഭരണം നടത്താൻ പോവുക, കുറെ വെളിവ് കേട്ട പാസ്റ്റർമാർ. അല്ലാതെ ഞാൻ എന്ത് പറയാൻ അവരെ കുറിച്ച്? കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകുമ്പോഴാണ് കർത്താവിൻ്റെ ദാസനാകുന്നത്, ദൈവത്തിൻ്റെ ദാസനാകുന്നത്, നീതിക്ക് ദാസനാകുന്നത്.
ലോകത്തോട് ഇടകലർന്നുകൊണ്ടിരുന്നിരിക്കുന്ന പാസ്റ്റർമാരെ നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് വിളിക്കുന്നത്? ഈ ലോകത്തോട് രണ്ടുപരാകരുത് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എൻ്റെ രാജ്യം ഐഹികമല്ലെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്? നിങ്ങൾ ലോകക്കാരായിരിക്കാവുന്ന ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്? സർവ്വലോകം ദുഷ്ടന്റെ അതിൽ കിടക്കുന്നു എന്നല്ലേ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്? ലോകക്കാരുമായിട്ട് ചേർന്ന് ഭരണം നടത്താൻ പോവുക. ഞാൻ വ്യക്തിപരമായി പറയുന്ന ഒരു അഭിപ്രായം, പൈസ ഉണ്ടാക്കാൻ ഇതെല്ലാം വേറെ വഴിയില്ല. ഇവിടെ തോത്രാഴ്ച പാത്രത്തിൽ വീഴുന്നതിന് കണക്കുണ്ട്, മറ്റതിന് കണക്കില്ല. ലക്ഷങ്ങളാണ്. അങ്ങനെയല്ലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കാശുണ്ടാക്കി ഈ നേതാക്കന്മാരെല്ലാം സൂചിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ പറയുമ്പോൾ ആ കാശിന് പോക്കില്ലാത്തവനൊക്കെ 15 കോടി 20 കോടി 30 കോടി ഇതെവിടെ നിന്ന് കിട്ടി? അവിടെ കുടുംബസ്വത്തോ? ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ജനത്തെ ചിഹ്നവരും കുഴഞ്ഞവരുമായി കണ്ടു. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യഹൂദ മതമാണ് നിലനിൽക്കുന്നത്. ഗവൺമെൻറ് റോമൻ ഗവൺമെൻറ്റാണ്. യഹൂദ മതത്തിലെ കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. സഭകളെല്ലാം ഗുഹകളായി, ഓരോ പേര് വെച്ചുള്ള ഗുഹകളായി. അങ്ങനെ ഓരോ ഗുഹകളിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തർ സൂചിച്ചുകൊണ്ടിരിക്കുക. ആവശ്യത്തിന് പണവും പ്രതാപവും ഒക്കെ ഉണ്ട്. ആവശ്യമുള്ളവട്ടിട്ടില്ല. എന്തായാലും ആരെങ്കിലും ഒരു പത്യവചനം പത്യോപദേശം പറഞ്ഞാൽ അവരെല്ലാവരും കൂടി അങ്ങ് ഒതുക്കും. അല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നേ. ഞാൻ സത്യം പുറകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയെന്ന് കഴിഞ്ഞ ഗലാത്യ ലേഖനത്തിൽ ഞാനൊന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. സത്യം വിളിച്ചു പറഞ്ഞാൽ അവര് നമ്മുടെ ശത്രുവായി മാറും. നാം അവരുടെ ശത്രുവായി തീരും. പോഷ്ക്ക് പറഞ്ഞാൽ അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു പോകും. ഇതെവിടെ നിന്ന് വന്നു? ഈ അവസ്ഥ, ഈ ദുരവസ്ഥ എവിടെ നിന്ന് വന്നു? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഞാൻ ശക്തമായ ഭാഷയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ഈ ചിന്നിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന്, കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അപ്പോസ്തലന്മാരുടെ പ്രമാണം അവരെ പഠിപ്പിച്ച് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. നമുക്കത് നോക്കാം. എഫേസ്യ ലേഖനം 4-ന്റെ 1 മുതൽ. കർത്തൃസേവന നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവനുമായും എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ. എല്ലാം ഒന്നായിരിക്കണം. സ്നാനമൊന്ന്, ആത്മാവൊന്ന്, വചനമൊന്ന്, ഉപദേശമൊന്ന്, എല്ലാം ഒന്ന്. ബഹുമാനപ്പെട്ട ബാലൻ സാറ് മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ട് സഭകൾക്ക് ഇങ്ങനെ 100 ഉപദേശങ്ങൾ വന്നു? ദൈവസഭയുടെ യഥാർത്ഥ ഉപദേശം സഭയെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് വന്നത്. ദൈവസഭയുടെ ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അത് 1-ാം നൂറ്റാണ്ടിൽ ആത്മനിറവിൽ പത്രോസ് പ്രസംഗിച്ച ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. നിങ്ങളുടെ പാപങ്ങൾ, സിൻ എന്നുള്ളതായിരുന്നു അവരുടെ പ്രസംഗ വിഷയം. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, ഹല്ലേലൂയ, പത്രോസിന്റെ 1-ാം പ്രസംഗത്തിലുണ്ടത്. പ്രവൃത്തി പുസ്തകം ഞാൻ വേണമെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പാപമോചനമാണ് പ്രസംഗിക്കേണ്ടത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് സഭയിൽ പ്രസംഗിക്കേണ്ടത്. സഭയിൽ എന്ന് പറയുമ്പോൾ പൊതുവിൽ അത് തന്നെയാണ് പ്രസംഗിക്കേണ്ടത്. സഭയിലും യേശുക്രിസ്തുവിൻ്റെ
യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കണം. ഇന്നിപ്പോൾ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വീട്, കാറ്, ലോറി, വിസ, ഭൗതിക അനുഗ്രഹങ്ങൾ, വാരിക്കോരി തരുന്ന അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. 3:19 പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും. ഹല്ലേലൂയ. 5:31 പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. എന്താ 31? ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും അവന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. 10:43 എന്താ എഴുതിയിരിക്കുന്നത്? പ്രവൃത്തി 10:43. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഇതൊക്കെ നമ്മളൊന്ന് വായിച്ച് പഠിച്ചോണേ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. യേശുക്രിസ്തു വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുക, അതാണ് അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ കണ്ടൻസ്, മീറ്റായ ഭാഗം. യേശുക്രിസ്തു വിശ്വസിച്ച് ലോറി കിട്ടും, വീട് കിട്ടും, വിസ കിട്ടും, മറ്റു ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമെന്ന് തകർത്ത് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇന്ന്. ഹല്ലേലൂയ. അത് മറ്റൊരു സുവിശേഷമാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവാണ്. അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.